ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഗോതമ്പ് പൊടിയും അതുപോലെ അംഗൻവാടിയിൽ നിന്ന് കുട്ടികൾക്ക് കിട്ടുന്ന അമൃതം പൊടി ഉണ്ടല്ലോ, അമൃതം പൊടിയും ശർക്കരയൊക്കെ ഉപയോഗിച്ചിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്നാക്സ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. നല്ല ഈസിയാണ് ഉണ്ടാക്കാൻ, എല്ലാവരും ട്രൈ ചെയ്യണേ. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 4 ചെറിയ പഴം എടുത്തിട്ടുണ്ട്. ഏത് പഴം വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇതിന് നമുക്ക് ഈ ചെറിയ പഴം നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. ഫോക്ക് ഉപയോഗിച്ചിട്ടോ കൈ ഉപയോഗിച്ചിട്ടോ എങ്ങനെയായാലും വേണ്ടില്ല, നല്ലപോലെ ഉടച്ചെടുക്കുക. അപ്പോൾ പഴം ഇവിടെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ചേർക്കുന്നത് അതേ അളവിൽ അമൃതം പൊടിയാണ് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു അരമുറി തേങ്ങ ചിരവിയതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ശർക്കരയുടെ പൊടി ചേർത്ത് കൊടുക്കാം. ശർക്കര പൊടിയോ അല്ലെങ്കിൽ ശർക്കര ചീമ്പിയതോ ഏതായാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ പൊടിയാണ് ചേർക്കുന്നത്. ആദ്യം കുറച്ച് ചേർക്കാം, മധുരം നോക്കിയിട്ട് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. ഞാൻ അമൃതം പൊടി ഇല്ലയെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഗോതമ്പ് പൊടി മാത്രം വെച്ചിട്ട് ഇതുണ്ടാക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഫുള്ള് ഉപ്പും കൂടി ചേർക്കാം. ഉപ്പ് ചേർക്കുന്നത് എന്തിനാണെന്നറിയോ, നമ്മൾ മധുരമുള്ള എന്തുണ്ടാക്കുമ്പോഴും അതിൻ്റെ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമുക്ക് ചേർക്കേണ്ടത് കുറച്ച് ഏലക്കയാണ്. ഏലക്ക പൊടിച്ചതോ ഇങ്ങനെ ചതച്ചെടുത്തതോ ചേർക്കാം, നിങ്ങളുടെ ഇഷ്ടം പോലെ. ഇനി നമുക്കൊരു 2 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ലൊരു മാവ് തയ്യാറാക്കി എടുക്കണം. നമ്മൾ ചപ്പാത്തിക്കും അതുപോലെ കൊഴുക്കട്ട ഉണ്ടാക്കാനൊക്കെ ഉണ്ടാക്കുമല്ലോ, അതേ പരുവത്തിലാണ് കേട്ടോ ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ഇതും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നല്ല ഷേപ്പിലൊക്കെ ആക്കിയെടുക്കണം, നല്ല ഡിസൈനൊക്കെ കൊടുത്ത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ സ്റ്റീം ചെയ്യാൻ ഉപയോഗിക്കുന്ന തട്ടുണ്ടല്ലോ, ആ തട്ടിൽ കുറച്ച് നെയ്യ് പുരട്ടിയിട്ട് ഒന്ന് വയ്ക്കണം കേട്ടോ. പിന്നെ അതുപോലെ കയ്യിലും ഞാൻ കുറച്ച് നെയ്യ് പുരട്ടിയിട്ടാണ് ഈ ഷേപ്പ് ഉണ്ടാക്കുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ ഒട്ടിപ്പിടിക്കും. അതുപോലെ തന്നെ ഈ ഇതുണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റും കിട്ടും, നമ്മൾ കയ്യിൽ നെയ്യൊക്കെ പുരട്ടിയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ ഇതേപോലത്തെ ഒരു ഷേപ്പിലാണ് ആദ്യം ഉണ്ടാക്കുന്നത്. എന്നിട്ടൊരു ഫോക്ക് വെച്ചിട്ട് ഇതേപോലെ ഡിസൈനും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം കേട്ടോ, നിങ്ങളുടെ ഇഷ്ടത്തിന് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇഷ്ടമുള്ള ഡിസൈനിൽ ചെയ്തെടുക്കാം. പിന്നെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളെപ്പോഴും ഇങ്ങനത്തെ ഷേപ്പ് ഉണ്ടാക്കുമ്പോൾ നല്ല കനം കുറച്ച് ഉണ്ടാക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇച്ചിരി കനം കൂടി കഴിഞ്ഞാൽ ഇതിന് അത്ര ടേസ്റ്റ് വരില്ല. നല്ല കനം കുറച്ച് ചെയ്യുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അതുപോലെ നെയ്യ് പുരട്ടിയിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ അത്രയൊക്കെയുള്ളൂ ശ്രദ്ധിക്കാനായിട്ട്. പിന്നെ നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള ഷേപ്പിനൊക്കെ ഉണ്ടാക്കാം. നെയ്യില്ലാന്നുണ്ടെങ്കിൽ എണ്ണ യൂസ് ചെയ്താലും മതി, പക്ഷെ നെയ്യാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതായത് ഇപ്പോൾ ഒരു ലീഫിൻ്റെ ഡിസൈനിലാണ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് തേങ്ങ ചിരവിയതിന് പകരം തേങ്ങയുടെ കൊത്ത് ഇട്ട് കൊടുക്കുക, അങ്ങനെയും ചെയ്യാം കേട്ടോ. ഏലക്ക നിർബന്ധമില്ല, അതൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് മാത്രമാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഈ സെയിം രീതിയിൽ തന്നെ നല്ല കനം കുറച്ചിട്ട് ബാക്കിയുള്ള മാവും കൂടി നല്ല പരത്തിയെടുക്കുക, ഇഷ്ടമുള്ള ഡിസൈനൊക്കെ കൊടുക്കുക. അപ്പോൾ ഞാൻ ഇവിടെ എല്ലാം നല്ല ഡിസൈനിൽ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റീം ചെയ്യാൻ കേട്ടോ വേണ്ടുള്ളൂ. പക്ഷെ അതിന് മുമ്പായിട്ട് നമുക്കൊരു കാര്യം കൂടി ചെയ്യാനുണ്ട്. നമുക്ക് കുറച്ച് നെയ്യും കൂടെ ഇതിൻ്റെ മേലെ കൂടെയും കൂടി ഒന്ന് അങ്ങനെ പരത്തി കൊടുക്കണം. അപ്പോൾ നമ്മളിവിടെ തട്ടിൽ ഓൾറെഡി കുറച്ച് നെയ്യ് പരത്തിയിട്ടാണ് ഇത് വെച്ചിട്ടുള്ളത്. പിന്നെ അതിൻ്റെ മേലെ കൂടെയും കൂടി കുറച്ച് നെയ്യ് പരത്തി കൊടുക്കുക. എന്നിട്ട് നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം. മിനിമം ഒരു 10 മിനിറ്റ് നമുക്ക് സ്റ്റീം ചെയ്യണം. 10 മിനിറ്റിൽ ഇത് റെഡിയാവും, കാരണം കനം കുറച്ചല്ലേ നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇതപ്പോൾ സ്റ്റീം ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ബ്രൗൺ കളറിലുള്ള സ്നാക്കാണ്, നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് കേട്ടോ. ഹെൽത്തി ആണെന്നാലും ഞാൻ പിന്നെ പ്രത്യേകം പറയണ്ടല്ലോ, അമൃതം പൊടി ശർക്കരയൊക്കെ ചേർത്തിട്ടല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.